കൊയിലാണ്ടിയിൽ 12 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പൊതുവേദി. ജീവനെടുക്കുന്ന കുടുംബ വഴക്കുകൾ. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സ്വാഗതം. കൊയിലാണ്ടിയിലാണ്, കോഴിക്കോട് കൊയിലാണ്ടിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. 12 വയസ്സുകാരന് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തിയാണ് പിതാവിന്റെ സഹോദരി കൊന്നിരിക്കുന്നത്. കുട്ടിയുടെ അച്ഛന്റെ സഹോദരിയായിരുന്നു ഇത്തരത്തിൽ ഐസ്ക്രീം വാങ്ങി അതിൽ വിഷം കലർത്തി നൽകിയത്. ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഈ പ്രവൃത്തി. എന്നാൽ ഈ കുട്ടി മരിക്കുകയായിരുന്നു. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായിയാണ് മരിച്ചത്. കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ അച്ഛന്റെ സഹോദരി ഈ ഐസ്ക്രീം വാങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി കണ്ടപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അച്ഛന്റെ സഹോദരി ഈ കൊലപാതകം താൻ ചെയ്തതാണ് എന്ന് സമ്മതിക്കുകയായിരുന്നു. കലാധരൻ ചേരുന്നുണ്ട് പറവൂരിൽ നിന്ന്. ശ്രീ കലാധരൻ, ഇത് ഒരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. വീടുകളിൽ വഴക്കുണ്ടാകുന്നു, ആ വഴക്ക് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ ഒരു കുഞ്ഞിന്റെ 12 വയസ്സുള്ള ഒരു മോന്റെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യം. എന്തിനാണ് ഇത്രയധികം വലിയ രീതിയിലുള്ള പകയിലേക്ക്, ഇല്ലെങ്കിൽ കൊലപാതകം എന്നുള്ള ചിന്തയിലേക്കൊക്കെ ആളുകൾ കടക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം മാഡം. നമസ്കാരം. ഇത് നമ്മുടെ കേരളം ഇന്ന് ശരിക്കും ഭ്രാന്താലയമായി കഴിഞ്ഞു. ഭ്രാന്താലയമല്ല, വിവരം കെട്ടവരുടെ ഒരു കൂടാരമായി കഴിഞ്ഞു കേരളം. അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഓരോരുത്തരെ കൊന്നിട്ട് രാഷ്ട്രീയമായിട്ടും കുടുംബ വഴക്കായിട്ടും ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലാം എന്ന് പറയുന്നത്? അമ്മയെ കൊല്ലാൻ വേണ്ടി മോൻ വിഷം കഴിച്ചു, അമ്മയെ കൊല്ലാൻ വേണ്ടി വെച്ചതാണ്, മോൻ എടുത്ത് കഴിച്ച് ആ കൊച്ചി ചത്തു. ഇതൊക്കെ മനുഷ്യത്വമാണോ ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ വെറും കാടന്മാരായി കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ പ്രബുദ്ധരാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്, ഒന്നുമല്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇതുപോലെ കേരളത്തെ പോലെ ഇത്രയും വേസ്റ്റായൊരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ഒരിടത്തുമില്ല. ഞാനൊക്കെ ഒരുപാട് കാലം കേരളത്തിന് വെളിയിൽ സർവീസ് ചെയ്ത് കണ്ടവരാണ്. കേരളം അല്ല, ഇന്ത്യ എന്താണെന്ന് കണ്ടവരാണ്. ഇന്ത്യക്ക് വെളിയിലും സർവീസ് ചെയ്തു. പക്ഷെ ഇതുപോലത്തെ അവസ്ഥ കേരളത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്, പരമനാരികളാണ് മലയാളികൾ, പരമനാരികൾ. അത്ര ഞാൻ പറയുന്നു. ശരി, കുടുംബ വഴക്ക് ജീവനെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിലായിരുന്നു സംഭവം ഉണ്ടായത്. ബാലകൃഷ്ണൻ ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തേതുൾപ്പെടെയുള്ള പല സംഭവങ്ങളും ഇത്തരത്തിൽ പലരുടെയും ജീവൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭയം എന്നൊന്നും ആളുകൾക്കില്ലാത്ത അവസ്ഥയിലേക്ക് പലരും ഈ വഴക്കുകൾ കൊണ്ട് മാറിപ്പോകുന്നു എന്നുള്ളത് കൂടിയല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. സത്യത്തിൽ ഇതൊക്കെ ഒരു സ്വത്തിന്റെ പിറകെയുള്ള ഓട്ടാണ്. എവിടെ നോക്കിയാലും നമ്മൾ സമ്പത്തിന്റെ പിറകെ ഓടുന്ന സ്ഥിതിയാണ് കേരളം. 100% പ്രാർത്ഥന, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് അങ്ങനെ മേലെ ഇങ്ങോട്ട് ഭരണതലത്തിൽ മുതൽ താഴോട്ട് പബ്ലിക്കിൽ വരെ ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിന് കാരണം എന്താ വെച്ചാൽ, കേരളത്തിൽ എന്താ വെച്ചാൽ പട്ടിണി വിശപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി 10-15 വർഷമായിട്ട് ഇല്ല. അത് അപൂർവമാണ്. അപ്പം വിശപ്പില്ലാണ്ടാവുമ്പോ മറ്റുള്ള പല പ്രശ്നങ്ങൾക്കും മുതിരാൻ തയ്യാറാവും. വിശപ്പും ദാഹവും പട്ടിണിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകുന്നല്ലേ ഞാൻ പറയുന്നതിന് അർത്ഥം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇതുപോലത്തുള്ള ഒരു എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പറയാൻ പറ്റാതെ അറക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ തന്നെ ഇപ്പൊ നോക്കൂ, ആ പിഞ്ചു കുഞ്ഞ് 12 വയസ്സ് നിരപരാധിയല്ലേ, അതെന്തറിഞ്ഞു? ഇപ്പൊ ഒരു 15 ദിവസം പ്രായമായ ഒരു കുട്ടിയെ അമ്മ വിറ്റിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ വളരെ ദയനീയം തന്നെയാണ്. കേരളത്തിലാണോ ഇവരൊക്കെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ശിവദാസൻ ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശിവദാസൻ, ഇത് തുടക്കത്തിലെ നമുക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളായിരുന്നു. പക്ഷെ ഇതിപ്പോ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ, അതും കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നു. എന്തിനാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം. നമസ്കാരം. ഇതിന്റെ കാരണം സ്നേഹശൂന്യത ഇല്ലായ്മ. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. പണത്തിനും സ്വത്തിനും ഭൂമിക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാ വീടുകളിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മനുഷ്യന്റെ വിലയും മനസ്സാക്ഷിയും സ്നേഹശൂന്യതയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അവിടെ ഇല്ലാതാവൂ, ഈ പ്രശ്നം ഇല്ലാതാവൂ. രണ്ടാമത്തെ വിഷയം, കേരളത്തിൽ എന്ത് ചെയ്യാം എന്നുള്ള ഒരു രീതി മാറിക്കഴിഞ്ഞു. പോലീസിനെ പേടിയില്ല, അധികാരികളെ പേടിയില്ല, നാട്ടുകാരെ പേടിയില്ല, അച്ഛനെ പേടിയില്ല, സമൂഹത്തിന് ആരെയും പേടിയില്ല.
എന്തും ഏതും എന്തും ചെയ്യാന്നുള്ളൊരു അധികാരം വന്നു കഴിഞ്ഞു. മൂന്നാമത്തെ വിഷയം, ഇത് മനുഷ്യത്വപരമായ ചെയ്യുന്ന ഒരു അറിവിന് ഒരു അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 12 വയസ്സായവന്റെ കൊച്ചൊരു മോൻ എത്ര വർഷം ജീവിക്കാണ്ട എന്റെ പൊന്നുമോൻ. അപ്പൊ ഇവരൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നു കാട്ടാല് ഇപ്പൊ അമ്മയ്ക്ക് വെച്ചതാണ് മോനെ കിട്ടിയെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കണ്ടെത്തും ഓരോ രീതി. പക്ഷെ അതല്ല, നമ്മൾ ജനങ്ങൾ ഉണരണം, പത്രക്കാർ ഉണരണം, മാധ്യമങ്ങൾ ഉണരണം, ജനാധിപത്യ രാജ്യ ജനങ്ങൾ ഒന്നൊരുമിക്കണം. എങ്കിൽ മാത്രമേ അവസാനം ഉണ്ടാവും. ശരി, കോഴിക്കോട് നിന്ന് പ്രതാപ് ചേരുന്നു. പ്രതാപ്, വലിയ വലിയ കൊലപാതകങ്ങൾ നമ്മൾ കാണാറുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുടേത്, ഇല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ളത്. ഇത് സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ്. കുടുംബ വഴക്കിന്റെ പേരിൽ ഒരാളെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ച കാര്യം നടന്നില്ല, പക്ഷെ അതിന് ഒരു 12 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ പോകുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഈ ധൈര്യം? ഒരു വഴക്കിന്റെ പുറത്തൊക്കെ ഇത്രയും കൊലയിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ടോ? ഹലോ പ്രതാപ്, കേൾക്കാമോ? കേൾക്കാം. കേൾക്കില്ലേ? ഹലോ, ഞാൻ കോഴിക്കോട് നിന്ന് പ്രതാപാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇതിലെന്താണ് എന്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളതെന്ന് മാം, നമ്മള് സാക്ഷര കേരളം അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ സ്വയം പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് 1000 വട്ടം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു ഓരോരോ വാർത്തകൾ കേൾക്കുന്നേരം നമ്മൾ എത്രത്തോളം പിറകിലാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാട്ടും. അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യത്വം വളർത്താൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പിറകിലാണെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. മൃഗങ്ങൾ പോലും സ്വന്തം കുട്ടികളോട് ഇത്ര സ്നേഹത്തോടെ കഴിയുന്ന മനുഷ്യൻ അതിനേക്കാളും എത്രയോ താന്നു പോവുകയാണ്. അങ്ങനെയുള്ള സമൂഹത്താണ് നമ്മൾ പറയുന്നത് നമ്മൾ 100% സാക്ഷരരാണ്, അല്ലെങ്കിൽ നമ്മൾ വിദ്യാസമ്പന്നരാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രബുദ്ധരാണെന്ന്. 1000 വട്ടം നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന ആണോന്ന്. ഇവിടെ മനുഷ്യന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സമൂഹമാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും. എന്റെ അഭിപ്രായം ഇതാണ് വേണം. ശരി, നന്ദി. സരിത ചേരുന്നു നരുവാമൂട് നിന്ന്. സരിത, ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീയാണ് കൊലപാതകി എന്നുള്ളതാണ്. പല സംഭവങ്ങളിലും അങ്ങനെ സ്ത്രീകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കുടുംബ വഴക്കിനെ തുടർന്നൊക്കെ കൊലപാതകത്തിലേക്ക് കടക്കാനുണ്ടാകുന്ന അവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, കുടുംബ വഴക്ക് എന്നുള്ളത് ഒരു വശം മാത്രമാണ്. സമൂഹത്തിൽ നടക്കുന്ന സാധാരണ നിരപരാധികളെ കൊല്ലുന്ന, ഇപ്പൊ ആൾക്കൂട്ടമർദ്ദനമായിരുന്നാലും ഇപ്പൊ ഈ കുട്ടിയുടെ കേസ് തന്നെ ആയിരുന്നാലും ചെയ്യുന്ന അതിക്രൂരമാണ്. കാരണം നമ്മുടെ ഇപ്പൊ ഇന്ത്യയുടെ ശിക്ഷാ നിയമങ്ങളായിരുന്നാലും പോലീസിന്റെ നമ്മുടെ ഇപ്പോഴത്തെ കേരള പോലീസിന്റെ കാര്യങ്ങളായിരുന്നാലും ഇവർക്ക് ഈ നിയമത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ലാതെ വരുന്നതാണ് ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അതിബുദ്ധിയായി ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ വഴക്ക് കിടക്കുമ്പോൾ ഒരു ഫാമിലി മാറി താമസിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇതിങ്ങനെ വെച്ച് വലുതാക്കി ഓരോ അതിബുദ്ധി ചിന്തിച്ച് ഓരോ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവരെത്ര കാലം ജീവിക്കേണ്ട കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ ഈ 12 വയസ്സായ ഒരു കുഞ്ഞ് മരിച്ചത്, ഒരു നവജാത ശിശുവിനെ മാതാപിതാക്കൾ വിറ്റിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോരം കടന്ന് ചിന്തിക്കുന്നുണ്ട് ആളുകൾ, അല്ലെങ്കിൽ അവരെന്തുമാത്രം ഏത് തലത്തിൽ അവർ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഒരു കുടുംബത്തിൽ നടന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് പുറമേ അറിഞ്ഞ കാര്യമാണ്. ഇനി ഇതുപോലെ അറിയാതെ മാതാപിതാക്കൾ കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു വാർത്ത വന്നു, ഒരു കുഞ്ഞിന്റെ മുഖത്ത് അച്ഛൻ അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ശിക്ഷാ നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമായി, അല്ലെങ്കിൽ അവർക്കൊരു ഭയം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ശിക്ഷാ നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കടന്ന് ഒരു ദുഷ്കൃത്യത്തിലോട്ട് പോവില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, തമ്പി ചേരുന്നു ആറന്മുളയിൽ നിന്ന്. തമ്പി, ഇന്നിപ്പോ ഈ ഒരു കുട്ടി 12 വയസ്സുകാരൻ മരിച്ചത് കൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ സരിത പറഞ്ഞതുപോലെ പല ഇടങ്ങളിലും കുടുംബ വഴക്കിന് അവസാനം പ്രശ്നത്തിലാവുന്നത് കുട്ടികളാണ്. പല ആളുകളുടെ കേസസ് എടുത്തു നോക്കിയാൽ പോലും. അപ്പം കുട്ടികൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ബുദ്ധിമുട്ടിലാവുന്നു, മരണം സംഭവിക്കുന്നു എന്നൊക്കെയുള്ളത് ഭയങ്കര മോശമാണ്. മറ്റുള്ള സ്റ്റേറ്റ് ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ ഇത് നടക്കുന്നു, ഇല്ലെങ്കിൽ ഇത്തരത്തിലാണ് നമ്മുടെ സമൂഹം ഒരു വളർച്ചയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത് താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണോ? സാറേ, ഞാൻ ഇന്ത്യയിലെ പല ഭാഗത്തും കറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇതുപോണക്ക് നമ്മുടെ കേരളത്തെ പോലുള്ള ഒരു സ്റ്റേറ്റ് ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല. ഇന്ന് തന്നെ കണ്ടോ, 11-12 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ വിറ്റു തള്ള 3 ലക്ഷം രൂപയ്ക്ക്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ നിയമം ശരിയല്ല, അതായത് കേരളത്തിലെ നിയമം ഒട്ടും ശരിയല്ല. രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും കൈ കടത്തുന്നോണ്ടാണ് ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ മടിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പം ആ അപ്പച്ചി
ആ കുഞ്ഞിനെ കൊന്ന അപ്പച്ചിക്ക് തക്കതായ ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുകയില്ല. ഞാന് ചില ചെറിയൊരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ 11 വയസ്സുള്ള ഈ 12 വയസ്സുള്ള ചെറുക്കനെ കൊന്നതിന് ആ തള്ളയ്ക്ക് തക്കതായ ശിക്ഷ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അതൊരു മാതൃകയായി മാറും. അതാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശരി, കണ്ണൂരിൽ നിന്ന് വിജയൻ ചേരുന്നു. ശ്രീ വിജയൻ, ഈ കുടുംബ വഴക്കുകളൊക്കെ പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. വഴക്കുകൾ സ്വാഭാവികമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വഴക്കുകൾ ഉണ്ടാവും. പക്ഷേ കൊലപാതകത്തിലേക്ക് അത് ആസൂത്രണം ചെയ്യുന്ന തലത്തിലേക്കൊക്കെ സാധാരണ മനുഷ്യർ ഇറങ്ങിച്ചെല്ലുക, ക്രിമിനലുകളല്ലാത്ത, മുൻപ് അത്തരത്തിലുള്ള പശ്ചാത്തലമൊന്നുമില്ലാത്ത സാധാരണ ആളുകൾ കുടുംബ വഴക്കിന്റെ പുറത്ത് ഒരാളെ കൊല്ലാൻ മാത്രം തീരുമാനമെടുക്കുന്ന മാനസികാവസ്ഥ അതെന്തുകൊണ്ടുണ്ടാവുന്നു? നേരത്തെ പലരും പറഞ്ഞതുപോലെ നിയമത്തിനെ പേടിയില്ലാത്തത് കൊണ്ടാണോ? എന്ത് കാരണം കൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? വിജയൻ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ സാറേ, ഈ കുടുംബ വഴക്കിനെ സംബന്ധിച്ച് കുടുംബ വഴക്ക് സംബന്ധമായി ഈ കുട്ടികൾ എന്ത് പേശു, നിരവധി കുട്ടികളെ എങ്ങനെ കൊല്ലുന്നില്ല, എന്തൊരു നമ്മുടെ നാട് എന്തൊരു കഷ്ടത്തിലേക്കാ പോകുന്നത്. ഇവരൊന്നും കോടതിയിൽ ഹാജരാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. കോടതിയിൽ ഹാജരാക്കണം. മേലാളി ഇവരൊന്നും കോടതിയിൽ കൊണ്ടിട്ട് അവർക്ക് 3 നേരം 4 നേരം ഭക്ഷണവും വെള്ളവും കുളിക്കാനും വിശ്രമവും കൊടുത്തിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതിനും മേലെ അവർ ഇതിന് കൊടുത്ത ശിക്ഷ ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവര് ശിക്ഷ നടപ്പിലാക്കട്ടെ, ദുബായിലെ പോലെ. അതുപോലെ എന്തിനാണ് ഇങ്ങനെ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത? ശരി, വർക്കലയിൽ നിന്ന് പ്രസന്ന ചേരുന്നു. പ്രസന്ന, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ ഈ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുട്ടികളുടെ പ്രശ്നം, മുതിർന്ന ആളുകളുടെ പ്രശ്നം, ചിലർ മരണപ്പെടുന്നു, അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? സാറേ, എന്റെ വീട്ടിലും ഇതേ കണക്കൊരു സംഭവം നടന്നു. എന്റെ വീട്ടിലും ഞാൻ 70 വയസ്സായി. എന്റെ കുട്ടി ഒരു 5 വയസ്സായ ഒരു കുട്ടീനെ എന്റെ മുമ്പ് ഇട്ടിട്ടാണ് ഒരു ഡോക്ടർ കൂടെയാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പരാതിപ്പെട്ടില്ലായിരുന്നോ? പ്രസന്ന, ടിവിയിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കാമോ? അമിത് ഡോക്ടർ കൂടെയാണ് ഇറങ്ങിപ്പോയത്. അമിത് ഡോക്ടർ കൂടെയാണ് പോയ. എനിക്ക് 70 വയസ്സായി. അതാണ് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കുള്ള നിയമം കൊടുത്തിട്ടാണ് ഇന്ന് ഇതേ നിലയിൽ വന്നു പറ്റുന്നത്. ആണുങ്ങൾക്ക് ഒരു വിലയും കൊടുത്തിട്ടില്ല, പെണ്ണുങ്ങൾക്കാണ് കൂടുതലും വില കൊടുത്തത്. അതിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. താങ്കളൊന്ന് ലൈനിൽ തുടരാമോ? ഇതെന്താണ് സംഭവം എന്നുള്ളതൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. കോൾ കട്ടാക്കാതിരിക്കാമോ? അടുത്ത കോളിലേക്ക് പോകുന്നു. രാജീവാണ് കൊല്ലത്ത് നിന്ന്. രാജീവ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, ഞാൻ എന്റെ ഒരു പേഴ്സണൽ കാര്യം കൂടെ പറയാൻ വേണ്ടിട്ട് വിളിച്ചത്. പറയാം മാഡം, ഞാൻ 65% ഡിസോർട്ടുള്ള വ്യക്തിയാണ്. കൊല്ലത്ത് നിന്നാണ്. അവിടെ ഹാർട്ട് പേഷ്യന്റ് കൂടാണ്. ഞാൻ കൊല്ലത്തുനിന്ന് പാരറ്റിന്റെ മെഡിസിൻ മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് വരെ കൊണ്ട് തന്നിട്ടിരുന്നത്. ഇപ്പം എനിക്ക് മരുന്ന് മെഡിസിൻ നിഷേധിക്കുന്നു പറഞ്ഞ് ഞാൻ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ മെഡിസിൻ അത് ചികിത്സ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പരാതി നൽകിയിരുന്നോ? എല്ലാവർക്കും പരാതി കൊടുത്തു. ഇപ്പൊ ആശാ വർക്കർ മുഖേന ഞാൻ അവിടെ ചെന്ന് മെഡിസിൻ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ഹാർട്ടിന് 3 ബ്ലോക്കുള്ള വ്യക്തിയാണ്. 65% ഡിസോർട്ടുള്ള വ്യക്തിയാണ്. ഇവരാരും ഇതിനെ കുറിച്ച് എന്റെ വീട്ടിൽ 3 വീട്ടിന്റെ അടുത്ത് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. തന്നുകൊണ്ടിരുന്ന മെഡിസിൻ നിഷേധിച്ച്. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് നമ്മുടെ വിഷയം? ഇന്ന് ഈ കുടുംബങ്ങളിലെ വഴക്കുകളും ജീവനുകളുമാണ്. അവര് പറയുന്നത് എനിക്ക് ഒരു വാക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ ഞാൻ വീട്ടിൽ ആരും ഒറ്റയ്ക്ക് താമസിക്കുന്നത്. എന്നിട്ട് അവരെനിക്ക് ചികിത്സ നിഷേധിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്ന് ഷുഗർ BP എല്ലാം കണ്ടിന്യൂടെ നോക്കേണ്ടതാണ്. എന്റെ വീട്ടിന്റെ 3 വീട്ടിന്റെ അടുത്ത് വരെ അവര് ചികിത്സ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവര് പറയുന്നത് അവരങ്ങനെ എന്റെ മാക്സിമം ബുദ്ധിമുട്ടിക്കുന്നതല്ല, അവരെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. നമ്മളിപ്പോ മാഡത്തെ വിളിച്ചു പ്രശ്നമുള്ള ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകളാണോ? പേഴ്സണലി ഞാൻ അവരോട്ട് ഇഷ്ടമാണെന്ന് നോക്കുന്നത്. അവരോട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അവരെന്തുകൊണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ഇങ്ങനെ അവരത്തിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തതെന്നാണെന്ന് അറിയത്തില്ല. ആരോഗ്യമന്ത്രിക്ക് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ സംസാരപ്പെടുത്തി ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് യാത്ര വേറെ പെൻഷനില്ല, വേറെ വരുമാനമില്ല. ശരി, താങ്കൾ പരാതിപ്പെട്ടതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിൽ പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി രാജീവ് വിളിച്ചതിന്. പൊതുവേദി തുടരും ഇടവേളയ്ക്ക് ശേഷം.
പൊതുവേദി തുടരുന്നു. ജിതിൻ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ജിതിൻ, താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? മേഡം, താങ്കൾ പറഞ്ഞ മേഡം പറഞ്ഞ പോലെ ഇപ്പൊ ഭാര്യയെ മിക്കയിടത്തും ഈ ഭർത്താക്കന്മാരെ വെള്ളം അടിച്ചിട്ട് വന്നേ ഭാര്യമാരെ മർദ്ദിക്കുന്നൊക്കെ ഉണ്ട്. അത് ശരിയായ പ്രവണതയല്ല കണ്ടുവരുന്നത്. കേരളത്തിലാണ് കൂടുതൽ ഇതൊക്കെ നടക്കുന്നത് മേഡം. അതുപോലെ തന്നെ കുട്ടിയെ ഈ കാശിനെ കൊടുക്കുക, വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അതൊക്കെ ഈ മലയാളികളുടെ ഈ ന്യായമായ രീതി, ഇങ്ങനത്തെയുള്ള രീതിയൊക്കെ ഈ കേരളത്തിലായി കണ്ടുവരുന്നത് കൂടുതൽ. ഇത് ശരിയല്ല ഇതൊന്നും. കാരണം ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഈ ഭാര്യ മർദ്ദിക്കുക, അങ്ങനെയൊക്കെ കുട്ടിയെ ഇങ്ങനെ വിൽക്കുക, കാശിനെ വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ മേഡം? ഇതൊക്കെ ഈ കേരളത്തിൽ ഇതൊക്കെ കണ്ടുവരുന്നത്. ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മേഡം. ശരി, KP നായർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ KP നായർ, താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? ആദ്യമായി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചത് നമ്മുടെ കരടിയെ കൊന്ന ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു, വന്നില്ല, കണ്ടില്ല. നാളെങ്കിലും എടുത്തെങ്കിൽ വലിയ ഉപകാരം. ഇനി സെക്കൻഡില് ഈ സബ്ജക്റ്റിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഈ 11 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ വേറൊരാളിന് വിറ്റു. ഇതാണ് സംഭവം അല്ലേ? അല്ല, അതല്ല വിഷയം. താങ്കൾക്ക് തെറ്റി. ഇന്ന് രാവിലെ കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഒരു 12 വയസ്സുകാരൻ അഡ്മിറ്റ് ആയിരുന്നു. ആ കുട്ടി മരിച്ചു. മരണകാരണം കൊലപാതകമാണ്. ഈ കുട്ടിയുടെ പിതാവിന്റെ സഹോദരി ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നതാണ്. ഈ രണ്ടു വിഷയം എനിക്ക് രണ്ടും അറിയാം. രണ്ടും ആനുകാലികമാണ്. രണ്ടും എനിക്കറിയാം. ഓക്കെ, ഈ രണ്ടു വിഷയം എനിക്കറിയാം. ഞാനിപ്പോ ടാഗ് ലൈൻ കണ്ടപ്പോ 11 ദിവസം പ്രായമായ കുഞ്ഞിനെ അമ്മ വിറ്റു എന്നും പറഞ്ഞിട്ട് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ വിഷയത്തിൽ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും പറയാം. ഞാൻ അതായത് ഈ മനുഷ്യരുടെ ഈ മൈൻഡ് സെറ്റ് ഈ വിത്തിൻ ഒരു മണിക്കൂറിനകത്ത് തന്നെ ഏതാണ്ട് 72,000 ടൈംസ് നമ്മുടെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതില് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റില് അവർ ചിന്തിക്കുന്ന ഒരു വിഷയത്തില് അവരങ്ങ് ഉറച്ചു നിൽക്കും. ആ സ്ത്രീ അവരുടെ പിൻ പോയിന്റ് എന്ന് പറയുന്നത് ആ കുടുംബത്തെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അവന്റെ അച്ഛനാണെങ്കിൽ നൊയമ്പുള്ള ആളുമായിരുന്നു. അപ്പൊ അവർക്ക് ഈ അവരുടെ ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഒരു റിസൾട്ടെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള ആ ഇതിലാണ് ആ കൊച്ചിന് വിഷം കൊടുത്തത്. ഇവരുടെ ഉദ്ദേശിച്ച ഇന്റൻഷൻ എന്തായിരുന്നു വെച്ചാൽ 3 പേരുടെയും ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് കൊടും കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ സ്ത്രീയോട് സപ്പോർട്ട് ചെയ്യാനോ അനുകമ്പ കൊടുക്കാനോ ഒരാൾക്കും കഴിയില്ല. ഇവര് ജീവപര്യന്തം പോരാ, അവർക്കൊരു 60 വർഷം വരെ ജയിൽവാസം കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, രാം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. രാം, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മേഡം. നമസ്കാരം. ഇപ്പോ ഈ സംഭവം വളരെയേറെ ഞെട്ടിക്കുന്നതാണ്. കാര്യം ഇത് ഈ കേരളത്തിൽ ഇത് സംഭവിച്ചു വന്നുകൊണ്ടല്ല, ഇതിപ്പോ പതിവായത് കൊണ്ടാണ്. ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒരു സംഭവമല്ല. കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടയ്ക്ക് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്റെ ഓർമ്മയിൽ വെച്ച് പറയണമെങ്കിൽ അങ്ങ് മംഗലാപുര ഭാഗത്തെവിടെയോ ഒരു കുഞ്ഞിനെ, ഒരു അവിഹിതത്തിന്റെ പേരിൽ ഒരു യുവതി ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മായിയമ്മയും സ്വന്തം കാമുകനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിരിക്കും. അതൊക്കെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് ഒരു കോഴിക്കോട് മാത്രം പ്രശ്നമല്ല, കേരളം മൊത്തത്തിൽ ഇത് വ്യാപിച്ചിരിക്കുകയാണ്. അവരുടെയൊക്കെ മാനസിക നിലയാണ് നോക്കുക. അതുപോലെ വേറൊരു സംഭവം ഇതേപോലെ മറ്റൊരു കുടുംബ വഴക്കാണ്. പുതുക്കാട് ആ ഭാഗത്ത് എവിടെയാണ്, തൃശ്ശൂര്. ഒരു സ്ത്രീ അവരുടെ ബന്ധുവിന്റെ കുഞ്ഞിനെ പുഴയിൽ മുക്കിക്കൊന്ന ഒരു സംഭവം. അത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. 2017 എപ്പോഴാണെന്ന് തോന്നുന്നു. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അതുപോലെ അതിനുശേഷം പിന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. പിന്നെ അതാ ഇപ്പോ ഇതും. അതായത് കുടുംബ വഴക്കുകൾ, സംഭവങ്ങൾ മനസ്സിലായി. എന്താണ് ഇതിനൊക്കെ കാരണം? കുടുംബ വഴക്കൊക്കെ അതാണ് ഇപ്പോ ഞാൻ അതിലേക്ക് വരികയാണ്. ഈ കുടുംബ വഴക്കിന് കൂടുതൽ ഇരയാകുന്ന ഇപ്പൊ കുട്ടികളാണ്. അതാണ് ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. മാത്രമല്ല ഇതിന് പിന്നിൽ അവരുടെ ചേതോകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അതിന് അന്വേഷണം വന്നാലേ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്ന എന്തെങ്കിലും സ്വത്ത് തർക്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ അതിന് എന്താണെന്നുള്ളത് അന്വേഷിക്കണം. ശരി, ശശികുമാർ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ ശശികുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിലുള്ള കുടുംബ വഴക്കുകൾ, അത് ചിലപ്പോൾ ചെറുതാവാം, അത് കാലങ്ങളെടുത്ത് വലിയ വഴക്കുകളായി മാറുന്നു. പക്ഷെ കൊലപാതകത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ ഒട്ടും സാധിക്കാത്ത കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മാഡം, നമ്മളെ ഭാരത സ്ത്രീകളോട്, കേരളത്തിലെ എല്ലാ സ്ത്രീകളോടും നമ്മൾ അമ്മമാണ്, പെങ്ങന്മാരാണ്, നമുക്ക് അങ്ങനെയാണ് എല്ലാവരോടും റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഇതിൽ കുറച്ച് ഭാഗം സ്ത്രീകൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. എല്ലാവരും അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം അവരുടെ വീട്, അവർ ജനിച്ചു വന്ന സാഹചര്യങ്ങള്, അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ എങ്ങനെയോ കല്യാണം കഴിച്ചു, ചിലപ്പോൾ സ്നേഹത്തോടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരും കഴിഞ്ഞ പാശ്ചാത്തലം, ആ വീട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് സ്വന്തം മക്കളോട് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ 11 വയസ്സിലൊക്കെ ഇരുന്നപ്പോ അവിടുന്നൊക്കെ പറഞ്ഞു കിട്ടും. പക്ഷെ ദൈവം കൊടുത്ത ആയുസ് എനിക്കിപ്പോ 50 വയസ്സായി. ഇന്നമാതിരി എനിക്കൊരു 51, 52 പടി സ്റ്റെപ്പ് കയറാൻ പറ്റുമെന്നല്ല. നമുക്ക് എഴുതി വെച്ച ആയുസിന് പോകും. പക്ഷെ അതിനിങ്ങനെ ഒരു കാരണങ്ങൾ ഈ കുട്ടി മരക്കണമെന്നുണ്ട് ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് എഴുതി വെച്ച ഒരു അരി മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. എത്ര അരി എഴുതി വെച്ചിട്ടുണ്ടോ അത് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പല പുസ്തകങ്ങളും പറയുന്നത്. അപ്പോ ഇങ്ങനെ ആ കുട്ടിക്ക് ആയുസ് പോയെന്നല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖിക്കാം അങ്ങനെ ഒരു കുരുന്ന് പോയാൽ. കുട്ടിക്ക് ആയുസ് പോയതൊന്നുമല്ല, കുട്ടിയെ കൊന്നതാണ്, കൊലപാതകമാണ്, ക്രിമിനൽ. അവര് അതിനെ നമുക്ക് മറ്റൊന്നുമായിട്ടും പറയാൻ താങ്കൾ പറയുന്ന കാര്യവും എനിക്ക് മനസ്സിലാവില്ല. ശ്രീ ശശികുമാർ, നന്ദി വിളിച്ചതിന്. മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. അപ്പൊ ഇങ്ങനെ പല കേസും നടക്കും. അതായത് 4 തല ചേരും, 4 വേറെ ചേരില്ല എന്ന് പറഞ്ഞ കാരണന്മാരെ ചെല്ല് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ, ഇത്തരം കേസുകള്. കാരണം കുയിന്ത് അസൂയ പോലക്കത്തില് ഇവർക്ക് പറഞ്ഞതാണ്. ആ മറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഐസ്ക്രീം അവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൊണ്ടത് ഈ പാവം കുട്ടിച്ചാണ്. അപ്പൊ ഇതിന് മഹത്തായ ശിക്ഷ കൊടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രേരണ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഒരു തൂക്കിക്കൊല്ലലടക്കം വരെ കൊടുക്കണം എന്നുള്ളതാ എന്റെ അഭിപ്രായം. ശരി, അത്രേ പറയാനുള്ളത് മാഡം. ശരി, പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.